പിങ്കിയാണ് അമ്മയുടെ അടുത്ത് വരുന്ന കൊതുവിനെ എല്ലാം കൊല്ലുക. ഇല്ലയോ അല്ലയോ മോനെ? നല്ല കുറുകിയ അയല മീൻകറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അരപ്പടിയിലോട്ടായില്ലേ? ചൂട് കപ്പയും കുറച്ച് മീൻചാറിലൂടെ മുക്കി കഴിക്കാം. ആറ് മണിയാകുന്നുണ്ട്. ഇരുട്ടി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഇച്ചിരി കപ്പ വേവിച്ചതും മീൻകറിയുടെ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന്. അപ്പം അപ്പ പോയപ്പോൾ കപ്പ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം എന്ന് പറയുന്നത് കപ്പയും മീൻകറിയുമാണ്. അമ്മയാണേൽ കപ്പ പൊളിക്കുവാണ്, അരിയാൻ വേണ്ടി വേവിക്കുവാണ് ചെയ്യുന്നത്. അപ്പം പോയപ്പോൾ പറഞ്ഞു 1.5 കിലോ കപ്പ വാങ്ങിക്കാവുന്നു. 2 കിലോ വേണ്ടെന്ന് പറഞ്ഞു. 2 കിലോ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മിച്ചാവും. പിന്നെ അതെടുത്ത് കളയും. അങ്ങനെ കളയാനേ ഇത് മാമ്പം വൈകിട്ടത്തേക്ക് കഴിക്കാനുണ്ട്. രാവിലെ വേണേൽ നമുക്ക് പഴങ്കഞ്ഞിയും കഴിക്കാം. നോക്കാം. പഴങ്കഞ്ഞി നല്ലതാ, സൂപ്പറാ. മീൻകറി അമ്മ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോഴേ വെച്ചു. അയലയാണ്, അയല മുളകിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ അയല മീൻകറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം അമ്മ എനിക്കാണേലും ഒരു പണി തന്നു, തേങ്ങ തിരുമാൻ. അപ്പം അമ്മ കപ്പ അരിയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു തേങ്ങ തിരുമാൻ. അപ്പം അമ്മയ്ക്ക് ഇപ്പം തേങ്ങ തിരുമ്മി കൊടുക്കട്ടെ. അമ്മ അവിടെ കപ്പ അരിയുക, നമുക്ക് തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് അവിടെ പോവാം. എൻ്റെ ഒരു കൈ ഫോണും ഒരു കൈ ഞാൻ തിരുമ്മോട്. അമ്മ ഇവിടെ കപ്പ അരിയുക ചെറുതായിട്ട് കണ്ട്. കപ്പ അരിയുന്നത് കാണാൻ ആരാ നിൽക്കുന്നത്? പിങ്കിയാണ് അമ്മയുടെ അടുത്ത് വരുന്ന കൊതുവിനെ എല്ലാം കൊല്ലുക. ഇല്ലയോ അല്ലയോ മോനെ? ഇതിനാ സിനിമയിലെ വാലാട്ടിയാണോ? ഈ കള്ളി എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് അറിയോ? കപ്പ പച്ചക്കപ്പ തിന്നാൻ വേണ്ടി ഇവിടെ നിൽക്കുക. ഓട്ടോ വരുന്ന കാര്യം പറഞ്ഞ് കസാര കൊണ്ട് കൊടുക്കും. പിന്നെ എല്ലാരും പോവാണോന്നോർത്ത് അറിയത്തില്ല. ഓട്ടോന്നറിയാൻ പോയി. ഓട്ടോന്ന് കേട്ടു. കപ്പ പൊളിക്കുന്ന സമയത്തെ നമ്മൾ വെള്ളം വെച്ചായിരുന്നു. അപ്പം കപ്പ അരിഞ്ഞ് കഴുകി എല്ലാം വന്നപ്പോഴത്തേന് വെള്ളവും തിളച്ചു. ആദ്യമേ ഒന്ന് കഴുകിയാണ് ഞാൻ അരിഞ്ഞത്. അതുകൊണ്ട് കല്ലും അരപ്പിന് വേണ്ട തേങ്ങ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കരിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ചതച്ചെടുക്കണം. ഞാൻ പകല് ചുമ്മാ ഇരുന്നപ്പോൾ 5-6 പൊളിച്ച് വെച്ചത്. നമ്മളിവിടെ അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. കപ്പയ്ക്ക് തുപ്പിട്ടായിരുന്നു അരപ്പിലാക്കി. അരപ്പടിയിലോട്ടായില്ലേ? കുറച്ച് വെള്ളം ഒഴിച്ചു. ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം അടച്ച് വെച്ച് ആവി കയറ്റി അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറ്റിയെടുക്കാം. ഇത് കണ്ടോ, ടിവിയുടെ മണ്ടയ്ക്ക് ഒരു കുഞ്ഞൻ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നല്ല ഭംഗിയാണ്. ഇവിടെ ഫാനും കൂടി ഇടുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടേയിരിക്കും. കൊള്ളാല്ലേ? നമ്മുടെ ടി വിയെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്
രാത്രിയായി. നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇടാം. കഥ അടയ്ക്കട്ടെ അമ്മേ? പിങ്കിയെ കയറ്റണ്ടല്ലോ. ഞങ്ങൾ കഥ അടയ്ക്കുവാണ്. എവിടെ പോയാ? എവിടെ പോയാ? നോക്കാൻ പോയാ. എന്തിനാ ഓട്ടോ വന്നേ? ആണോ? അമ്മ പറഞ്ഞ ശരിയാണോ? ആണോ? മണപ്പിച്ച് മൂക്കയിലൊക്കെ എന്തൊക്കെ ഇരിക്കുന്നു. നീ എന്നെ കഥ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുവന്നു. കപ്പ എങ്ങനെ നമ്മൾ ഇളക്കുക? വെള്ളമൊക്കെ പോയോ? നല്ല കപ്പ വേഗുന്നേ. വേഗം കപ്പേ. പണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഉടുപ്പ് നോക്കാം. അടിപൊളി. അടിപൊളി കപ്പ. ചൂട് കപ്പയും അയല മീൻകറിയും റെഡി. കൊള്ളാവാപ്പ? അടിപൊളി. അമ്മ ഇങ്ങനുണ്ട്. സൂപ്പർ. കപ്പയും മീൻകറി എന്ന് പറഞ്ഞാൽ നല്ലതായി. പരം ടേസ്റ്റുള്ള സാധനം എന്തോ. ചൂട് കപ്പയും കുറച്ച് മീൻചാറിലൂടെ മുക്കി ഞാനും എടുത്തു. അടിപൊളി. നല്ല എരിയൊക്കെ ഉണ്ട് മീൻ കറിക്ക്. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.